നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ക്ലാസ്സിലേക്ക് കടക്കാം. കറണ്ട് അഫെയർ സീരീസ് 2025 ക്ലാസ്സാണ് കേട്ടോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനും വേർപെടുത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ സാങ്കേതിക വിദ്യാ പരീക്ഷണമാണ് സ്പേസ് ഡോഗ്സ്. എന്താണ്? ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനും വേർപെടുത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ സാങ്കേതിക വിദ്യാ പരീക്ഷണമാണ് സ്പേസ് ഡോഗ്സ്. പരീക്ഷണത്തിനായി 2 ചെറു ഉപഗ്രഹങ്ങളെ ISROയുടെ ധ്രുവീയ വിക്ഷേപണ വാഹനം PSLV-C60 2024 ഡിസംബർ 30 ഭ്രമണപഥത്തിൽ എത്തിച്ചു. അപ്പോൾ എന്താണ്? ബഹിരാകാശത്ത് വെച്ച് നടക്കുന്ന പ്രവർത്തനമാണ് സ്പേസ് ഡോഗ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനും വേർപെടുത്തുന്നതിനും, ബഹിരാകാശ പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിനും വേർപെടുത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ സാങ്കേതിക വിദ്യാ പരീക്ഷണമാണിത്. ഇതിനായിട്ട് കൂട്ടിയോജിപ്പിക്കുന്നതിനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 2024 ഡിസംബർ 30 2 ചെറു ഉപഗ്രഹങ്ങളെ ISRO വിക്ഷേപിച്ചിട്ടുണ്ട്. 2 ചെറു ഉപഗ്രഹങ്ങളെ ISRO എന്ത് ചെയ്തിട്ടുണ്ട്? വിക്ഷേപിച്ചിട്ടുണ്ട്. 2025 ജനുവരി 16 പരീക്ഷണം എന്ത് ചെയ്തു? വിജയിച്ചു. 2025 ജനുവരി 16 ബഹിരാകാശ പേടകങ്ങളെ, 2 കുഞ്ഞു പേടകങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷണാർത്ഥം കൂട്ടിയോജിപ്പിക്കുകയും വേർപെടുത്തുകയും ചെയ്ത് വിജയിച്ചിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യ അറിയപ്പെടുന്ന എന്തെന്നാണ്? സ്പേസ് ഡോഗ്സ് എന്നാണ്. ഓക്കെ, സ്പേസ് ഡോഗ്സ് സാങ്കേതികവിദ്യ. ഇതോടെ സ്പേസ് ഡോഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ ലോകത്തെ 4ാമത്തെ രാജ്യമായിട്ട് മാറുകയാണ് ആര്? ഇന്ത്യ. ഓക്കെ, സ്പേസ് ഡോഗ് സാങ്കേതികവിദ്യ കരസ്ഥമാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷണം നടത്തിയത് എന്നാണ്? 2025 ജനുവരി 16 ഓക്കെ, 2025 ജനുവരി 16 ഇതിന് വേണ്ട 2 കുഞ്ഞൻ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചത് എന്നാണ്? അത് 2024 ഡിസംബർ 30 2024 ഡിസംബർ 30. വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV-C60 ആയിരുന്നു. PSLV-C60 ക്ലിയർ ആണല്ലോ. സ്പേസ് ഡോഗ്സ് ദൗത്യത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ M ജയകുമാർ ആയിരുന്നു. ഓക്കെ, സ്പേസ് ഡോഗ്സ് ദൗത്യത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? M ജയകുമാർ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമത്തെ ദൗത്യം, ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യം ഏതായിരുന്നു? 2025 ജനുവരി 29 2025 ജനുവരി 29 GSLV-F-15 റോക്കറ്റ് ഗതിനിർണയത്തിനുള്ള NVS-02 ഉപഗ്രഹം വിക്ഷേപിച്ചതോടുകൂടിയാണ് ശ്രീഹരിക്കോട്ടയിലെ 100ാം ദൗത്യം നടന്നത്. അപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യത്തിൻ്റെ പേടകം ഏതായിരുന്നു? ഉപഗ്രഹം ഏതായിരുന്നു? NVS-02 ആണ്. NVS-02 ഒരു ഗതി നിർണയ ഉപഗ്രഹമാണ്. ഏതെന്ന് പറയുന്നത്? NVS-02 ഗതി നിർണയ ഉപഗ്രഹമാണ് NVS-02. ഏതായിരുന്നു റോക്കറ്റ്? ഏതായിരുന്നു വാഹനം? GSLV-F-15 ആയിരുന്നു വിക്ഷേപണ വാഹനം. GSLV-F-15 ആണ് വിക്ഷേപണ വാഹനം. ഉപഗ്രഹം NVS-02 വിക്ഷേപിച്ചത് 2025 ജനുവരി 29. പ്രത്യേകത എന്താണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ് NVS-02 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെ പോയിന്റാണ് പറഞ്ഞത്? സ്പേസ് ഡോഗ്സ് സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ? സ്പേസ് ഡോഗ്സ് സംവിധാനം കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? ഇന്ത്യക്ക് മുമ്പ് അമേരിക്ക, റഷ്യ, ചൈന എന്നിവയാണ് ഈ നേട്ടം കൈവരിച്ചത് കേട്ടോ. ഇന്ത്യക്ക് മുമ്പ് ഈ നേട്ടം കൈവരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, റഷ്യ, ചൈന. സ്പേസ് ഡോഗ്സ് സാങ്കേതിക വിദ്യയ്ക്കുള്ള ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചത് എന്നാണ്? 2024 ഡിസംബർ 30 ഇതെന്നാണ് പരീക്ഷണം വിജയിച്ചത് എന്നാണ്? 2025 ജനുവരി 16 ഓക്കെ, ഇതോടെ സ്പേസ് ഡോഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യമായിട്ട് മാറിയ ഇന്ത്യ, അമേരിക്ക, റഷ്യ, ചൈന എന്നിവയാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചത്. സ്പേസ് ഡോഗ്സ് ദൗത്യത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? M ജയകുമാർ ആണ്. പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? M ജയകുമാർ ആണ്. ഓക്കെ, വിജയിച്ചതല്ലേ, ഒരു വിജയിച്ച ദൗത്യമല്ലേ സ്പേസ് ഡോഗ്സ്. അപ്പോൾ M ജയകുമാർ ആണ് പ്രോജക്റ്റ് ഡയറക്ടർ എന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യം ഏതാണ്? അത് NVS-02 എന്ന ഗതി നിർണയ ഉപഗ്രഹമാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഈ 100ാമത്തെ ദൗത്യം എന്നാണ് വിക്ഷേപിച്ചത്? 2025 ജനുവരി 29 വിക്ഷേപണ വാഹനം ഏതായിരുന്നു? GSLV-F-15 ആയിരുന്നു വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. ഓക്കെ, പോയിന്റുകൾ ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഭാവോ സുബിയാന്തോ ആയിരുന്നു. ആരാണ്? പ്രഭാവോ സുബിയാന്തോ. ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് പ്രഭാവോ സുബിയാന്തോ. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായിരുന്നു ഇന്തോനേഷ്യൻ പ്രസിഡന്റായിട്ടുള്ള പ്രഭാവോ സുബിയാന്തോ.
ഗാന്ധിജിയുടെ ജീവിതം പ്രമേയമാക്കി ചെയ്ത ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ശ്യാം ബെനഗൽ. ഗാന്ധിജിയുടെ ജീവിതം പ്രമേയമാക്കി ചെയ്ത ദി മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ശ്യാം ബെനഗലാണ്. അദ്ദേഹം ഈയിടെ അന്തരിച്ചു. ഗാന്ധിജിയുടെ ജീവിതം പ്രമേയമാക്കി ചെയ്ത ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ബെനഗൽ അന്തരിച്ചു. 24 ഡിസംബറിലാണ് മരിക്കുന്നത് കേട്ടോ. 2024 ഡിസംബറിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ AI യുദ്ധക്കപ്പലാണ് INS സൂററ്റ്. ഇന്ത്യയുടെ ആദ്യ AI യുദ്ധക്കപ്പൽ ഏതാണ്? INS സൂററ്റ് ആണ്. എന്തൊക്കെ പോയിന്റാണ് പറഞ്ഞേ? ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഭാവോ സുബിയാന്തോ. ഗാന്ധിജിയുടെ ജീവിതം പ്രമേയമാക്കി ചെയ്ത ദി മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ബെനഗൽ. ശ്യാം ബെനഗൽ അന്തരിച്ചതെന്നാണ്? 2024 ഡിസംബറിലാണ്. ഇന്ത്യയുടെ ആദ്യ AI യുദ്ധക്കപ്പലാണ് INS സൂററ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. സൈബർ സുരക്ഷ ലക്ഷ്യമാക്കി ഇന്ത്യൻ ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ വെബ്സൈറ്റ് ഏതാണ്? സൈബർ സുരക്ഷ ലക്ഷ്യമാക്കി ഇന്ത്യൻ ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ വെബ്സൈറ്റ് ഏതാണ്? സഞ്ചാർ സാഥിയാണ്. സഞ്ചാർ സാഥി. സൈബർ സുരക്ഷ ലക്ഷ്യമാക്കി ഇന്ത്യൻ ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ വെബ്സൈറ്റാണ് സഞ്ചാർ സാഥി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് തെലുങ്കാന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ത്രിഭുവൻ സഹകാരി സർവകലാശാലയാണ്. ത്രിഭുവൻ സഹകാരി സർവകലാശാലയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഏതാണ് എന്ന് ചോദിച്ചാൽ ത്രിഭുവൻ സഹകാരി സർവകലാശാല. ഇതെവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ. അപ്പോൾ സൈബർ സുരക്ഷ ലക്ഷ്യമാക്കി ഇന്ത്യൻ ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ വെബ്സൈറ്റാണ് സഞ്ചാർ സാഥി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തെലുങ്കാന. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാലയാണ് ത്രിഭുവൻ സഹകാരി സർവകലാശാല. നിലവിൽ വന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ. അടുത്ത പോയിന്റിലേക്ക് പോകാം. 2024 മലയാളത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. 2024 മലയാളത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനാണ്. കെ ജയകുമാർ. നമ്മളൊരു എം ജയകുമാർ ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു അല്ലേ? എം ജയകുമാർ ക്ലാസ് പറഞ്ഞു. ആരായിരുന്നു എം ജയകുമാർ? സ്പേസ് ഡോഗ്സ് സംവിധാനത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു എം ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ. ഇവിടെ പറയുന്നത് 2024 മലയാളത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയതാരാണ്? കെ ജയകുമാറാണ്. അദ്ദേഹത്തിൻ്റെ പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് എന്ത് ലഭിക്കുന്നത്? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. 2024 കേരള നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ്. 2024 കേരള നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം മുകുന്ദനാണ്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷനാണ്. ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ. ഓടക്കുഴൽ, അരവിന്ദൻ, അതൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വേർഡുകളല്ലേ. അപ്പോൾ 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷനാണ്. ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം. ഗോപ ബാലൻ എന്നൊക്കെ നമ്മൾ കൃഷ്ണനെ പറയാറുണ്ട്. അപ്പോൾ ഗോപ നോവലും അതിൻ്റെ കൂടെ ആലോചിച്ച് വെക്കാം. ഓക്കെ. എന്താണ്? കെ അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അപ്പോൾ ചിലർക്കൊരു ഡൗട്ട് വരും, അപ്പോൾ ഗോവ എന്താണ്? ഗോവയുടെ ക്വസ്റ്റ്യൻ എന്താണെന്നല്ലേ. ഓക്കെ. ഗോവയിൽ ഏകീകൃത സിവിൽ കോഡ് നിയമം പോർച്ചുഗീസ് കാലഘട്ടം മുതലേ തന്നെ നിലവിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏകീകൃത സിവിൽ നിയമം നിലവിലുള്ള ആദ്യ സംസ്ഥാനം, അല്ലെങ്കിൽ ഏകീകൃത സിവിൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം എന്ന് വെച്ചാൽ ഗോവ തന്നെയാണ്. എന്നാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ഉത്തരാഖണ്ഡാണ്. കാരണം അത് നിയമം മൂലം പാസ്സാക്കിയതാണ്. എന്നാൽ ഗോവയിൽ അതിന് മുമ്പേ തന്നെ നിലവിൽ വന്നായിരുന്നു കേട്ടോ. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായിട്ട് 8 തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച ഏക കേന്ദ്ര ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്.
ഫാക്റ്റുകളൊന്നും കൂടി നോക്കാം. 2024 മലയാളത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ. പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. 2024 കേരള നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ. ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം. ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. പോയിൻറ്റ്സ് ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. താങ്ക്